കള്ളയോ കണ്ടയോ ആരെങ്കിലും ഉണ്ടാക്കി തന്നെ എന്റെ വീട്. എന്റെ വീട്ടിൽ കയറി തൂത്തേത്തിനാ. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയുടെ വീട്ടിലും പരിസരത്തുമായി വർഷങ്ങളായി കുന്നുകൂടിക്കിടന്ന വൻ മാലിന്യ ശേഖരം അധികൃതർ ഇടപെട്ട് നീക്കം ചെയ്തു. കാവുമുക്ക് അനിതവിലാസത്തിൽ 65 വയസ്സുള്ള മോഹനകുമാരി എന്ന വയോധികയുടെ വീട്ടിൽ നിന്നുമാണ് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്തത്. പ്ലാസ്റ്റിക് കവറുകൾ, ചാക്കുകൾ, ചിരട്ടകൾ, പാട്ടകൾ, പൊട്ടിയ ബക്കറ്റുകൾ, ടിന്നുകൾ, കേബിളുകൾ, പഴയ തുണികൾ തുടങ്ങി ടൺ കണക്കിന് ജൈവ അജൈവ മാലിന്യങ്ങളാണ് ഈ വീട്ടിലും പരിസരത്തുമായി അടിഞ്ഞുകൂടിയിരുന്നത്. ഒന്നുകിൽ ഇവർക്ക് എന്തെങ്കിലും മാനസിക രോഗമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ എന്തോ ഓരോ ശീലങ്ങൾ, എന്താ പറയുക. ദേശവാസികൾ കടുത്ത ആരോഗ്യ ഭീഷണിയിലായിരുന്നു. എവിടെ പോയാലും കിട്ടുന്ന വേസ്റ്റ് മൊത്തം വാരിക്കൊണ്ട് വന്ന് ഇവിടെ കൂട്ടും. സ്മെല്ല് കാരണം ഇതില് നടക്കുന്നവർക്ക് വരെ ഭയങ്കര കാര്യം. ഈ പാറയൊക്കെ ഇറക്കിട്ടേക്കുന്നതിനകത്ത് മൊത്തം പാമ്പാ. അത് കൂടെ നമുക്ക് വീട്ടിൽ ഇറങ്ങി വരാറുണ്ട്. അതുപോലെ തന്നെ ഈ വേസ്റ്റുകൾ വാരിയിട്ടേക്കുന്ന എല്ലാം കൂടെ കുറച്ച് കഴിയുമ്പോഴും ഇവിടെ കൊതുക് ശല്യം കൂടുതലാണ്. എപ്പോഴും ഇതിനിവിടെ ഇനി പോയിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? മരം ഒടിഞ്ഞ 1.5 വർഷത്തിൽ കൂടുതലായി ഇതുവരെ. എങ്ങനെ അവർ അതിനകത്ത് ആ വീട്ടിനകത്ത് കിടന്നുറങ്ങിയെന്ന് പറഞ്ഞു നോക്കി. അത്രയ്ക്ക് ആ ജൈവ മാലിന്യങ്ങൾ വരെയാണ് അതിനകത്തുണ്ടായിരുന്നത്. എങ്ങനെ അവർ കിടന്നുറങ്ങിയെന്ന് ഓർക്കുക. ശരിക്കും അവർക്ക് മാനസികമായ എന്തെങ്കിലും പ്രശ്നം കാണും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ ആരെങ്കിലും? ഇല്ലെന്നുണ്ടെങ്കിൽ ആക്രികൾ പെറുക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആക്രി പെറുക്കി കൊടുക്കുന്നു. ഇത് കൊടുക്കത്തുമില്ല, എടുക്കത്തുമില്ല, എല്ലാം വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും മാനസിക പ്രശ്നം തന്നെ ആയിരിക്കും. കള്ളയോ കണ്ടയോ ആരെങ്കിലും ഉണ്ടാക്കി തന്നെ എന്റെ വീട്. എന്റെ വീട്ടിൽ കയറി തൂത്തേത്തിനാ. എന്റെ ഉടി തുണി വരെ വായിക്കൊണ്ട് വന്നു. ഇതിനകത്ത് പൈസ ഉണ്ടായിരുന്നു. കൂടുതലാണോ അന്നല്ലയോ അന്നാ എന്റെ ചെരുപ്പ് എനിക്ക് മേടിച്ചു തരുമോ? മേടിച്ചു തരുമോ? തേവിച്ചാടി എന്റെ വീട്ടിൽ തൂത്തുവാരി താക്കാലെടുത്ത് എന്നടി മര്യാദ താക്കാലെടുത്താടി. തന്തയ്ക്ക് എന്നെ വിളിക്കും. തന്തേലാടി കാണിച്ചു എന്നെ വീട്ടിൽ